എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഞാൻ ഇവിടെ എന്താ പറയുക 8 മാസം ആയിട്ട് പോലും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ആക്കാതെ നിൽക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും മോണിറ്റൈസേഷൻ വീഡിയോസും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, എനേബിൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമുക്കും എന്താ പറയുക, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 8 മാസത്തോളം ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ എത്തിയിട്ടില്ല. എൻ്റെ ഒരു മടി കാരണവും അതുപോലെ തന്നെ ഇതിനോടുള്ള ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആയത് കേട്ടോ. മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ആക്കാതെ നിൽക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ ആ ഒരു എന്താ പറയുക, ഇതിനോടുള്ള ഒരു ആത്മാർത്ഥത പിന്നീട് അങ്ങോട്ടും കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ടൈമിൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കേണ്ടി ആയിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ ഒരു മടി കാരണം പിന്നെ ഞാൻ 2-3 മാസം ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യത്തെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മുടെ ഒരു പാഷനെ പുറത്ത് തുടങ്ങിയിട്ട് പിന്നെ അതിന് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതെ തോന്നിയ സമയത്തൊക്കെ വീഡിയോസ് ഇടും, തോന്നിയ പോലെ അത് അവിടുന്ന് ഇവിടുന്ന് നോക്കിയിട്ട് വീഡിയോസ് അങ്ങനെ ആദ്യത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു ഇഷ്ടത്തോടെ തുടങ്ങിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ഇൻട്രസ്റ്റ് പിന്നീട് അങ്ങോട്ട് ഇല്ലാതെ ആയി. പിന്നെ നമ്മൾ വിചാരിക്കാം എപ്പോഴെങ്കിലും വീഡിയോസ് ഇടാം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഏതൊക്കെയോ ടൈമിൽ അങ്ങനെ ഇട്ടു. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പുതിയ ആൾക്കാരോട് എനിക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. കാരണം ഡീപ്പായിട്ട് ആ ഒരു ഇത് വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് മാത്രം ഇത് തുടങ്ങി വെക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ട് വീഡിയോ നമ്മൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം വേണം. ഷോർട്സിലാണോ ലോങ് വീഡിയോ ആണോ നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കേണ്ടതെന്നുള്ളത്. കാര്യം ഷോർട്സിലാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ പുതുതായിട്ട് വന്നവർക്കാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. ഷോർട്സിലാണെങ്കിൽ 10 മില്യൺ വ്യൂസ് വേണം, അതുപോലെ തന്നെ ലോങ് വീഡിയോയിലാണെങ്കിൽ 4000 വാച്ചിങ് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ആണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. എന്നത് ഇപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒരു ഹാഫ് വേയിൽ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വാച്ച് അവർ ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോസിലാണ് വാച്ച് അവർ കൂടുന്നത്. അപ്പോൾ ലോങ് വീഡിയോസ് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതുതന്നെയാണ് മെയിൻ കാരണം. തുടക്കത്തിലുള്ള ഒരു സീരിയസ്നെസ്സും ഇൻട്രസ്റ്റും ഒന്നും പിന്നീട് അങ്ങോട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവില്ല. കാര്യം നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. സത്യമായിട്ടും പറഞ്ഞാൽ ഞാൻ അങ്ങനെയായിരുന്നു. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്ന. കാര്യം യൂട്യൂബ് എല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരുടെയും വിചാരം എന്താണ്, ചാനൽ തുടങ്ങി വീഡിയോസ് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ആവും, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് എല്ലാവരും തുടങ്ങുന്നത്. കുറച്ചൊരു 10 വീഡിയോ ആണെങ്കിൽ അതിൽ മാത്രം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ ചെയ്യാം, അത് കുഴപ്പമില്ല, അവിടെ തന്നെ ഉണ്ടല്ലോ, ചാനൽ അവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇടാലോ എന്നുള്ള ഒരു ഇതിലായിരിക്കും നമ്മൾ ഇടും. പക്ഷേ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ടൈമും കൃത്യമായിട്ടില്ല. നമുക്ക് ഏതൊരു ജോബിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാലും ഒരു റെസ്പോൺസിബിലിറ്റി വേണമല്ലോ. അപ്പോൾ അതാണ് അൽഗോരിതം നോക്കുന്നത്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്താ പറയുക, നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഡെയിലി വീഡിയോ ഇടാന്നുള്ളതല്ല കേട്ടോ കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ വീക്കിലി ഒരു 2 വീഡിയോ ആണെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് 2 വീഡിയോ കറക്റ്റ് ഡെയിലി തന്നെ ആ ഒരു ടൈമിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അല്ലാതെ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ഡെയിലി പോസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. നമുക്ക് പറ്റുവാണെങ്കിൽ ഡെയിലി ചെയ്യാം. പക്ഷേ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലും പിന്നെ ഒരുപാട് അങ്ങനെ അധികം റീച്ച് ഇല്ലാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ തുടക്കത്തിൽ ആർക്കും റീച്ച് ഉണ്ടാവില്ല. പക്ഷേ അതല്ല ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് കണ്ടന്റ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും അപ്പോൾ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെയിലി വീഡിയോ ഇടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ഓക്കെ. അപ്പോൾ വീക്കിലി ഒരു 2 വീഡിയോ വെച്ചിട്ട് ഇടാണെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ആ 2 വീഡിയോ നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡേയിൽ തന്നെ സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഇത്രയും നാൾ ഈ ഒരു 8 മാസത്തോളം ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ് ഇതൊക്കെ. കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവിടം വരെ എത്തിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ പറയണമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ മിസ്റ്റേക്ക് ഒന്നും പറ്റാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മിസ്റ്റേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം, എല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആവേശം, നമ്മൾ ഏതായാലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഫോണിൽ നോക്കിയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് ഏൺ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ഒരു ടൈം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നത് പിന്നെയാണ് ഇതിൽ ഇറങ്ങി തിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്നാണ് പഠിക്കുന്നത്. എഡിറ്റിംഗ് ഒന്നും അറിയാതെ യൂട്യൂബിൻ്റെ ABCD അറിയാതെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത്. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവുമായിരിക്കും, ഒന്നും അറിയാതെ തുടങ്ങിയവർ, ഇഷ്ടം കൊണ്ട് മാത്രം തുടങ്ങിയവരുണ്ടാവും. പക്ഷേ ഇതിൽ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോ ടെക് വീഡിയോസൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മനസ്സിലാവുന്നത്. അത് കണ്ടുകൊണ്ടാണ് നമ്മളും കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ ചാനലിൽ ചെയ്ത കാര്യങ്ങൾ പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരുപാട് അങ്ങനെ അറിവോ അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നമ്മുടെ ചാനൽ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചെറിയ ടിപ്പായിട്ടൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്റേക്കൊന്നും അവർക്ക് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ 2 മാസം ബ്രേക്ക് എടുത്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതൊന്നും നമുക്ക് ശരിയാവുന്ന പണിയല്ല. കാരണം കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതും കഴിഞ്ഞിട്ട് ഇതിൽ വീഡിയോസ് എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ ഒന്നും സമയമില്ല. അപ്പോൾ ഞാൻ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചത് ഒന്നും വേണ്ടതെല്ലാം ഒഴിവാക്കിക്കും. പക്ഷേ പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ അച്ചീവ് ചെയ്തിട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കും ചെയ്യണം, നമുക്ക് പറ്റും എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ്
എൻ്റെ മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ക്വിറ്റ് ചെയ്യില്ല കേട്ടോ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, കാര്യം നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മുടെ ഫോൺ വെച്ച് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അത് എവിടെ നമുക്ക് ഇത്രയും നല്ലതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടില്ല സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് ഏൺ ചെയ്യാനുള്ള വഴികളുണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്രയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരു 3-4 മാസമാണ്, ഒരു 1 ഇയറിനുള്ളിൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എനിക്കൊരു 4 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു ടൈമും കൂടി ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇതിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്രയൊക്കെ ആയി ബ്രേക്കായി വേണ്ടെന്നൊക്കെ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ദിവസം നിങ്ങൾക്കും വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പല വീഡിയോസും കണ്ടപ്പോൾ അതൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും മോട്ടിവേഷൻ ആവും. അപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. നല്ല മടി പിടിച്ചിരുന്നിട്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസൊന്നും നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളും കൂടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് സമയം കണ്ടെത്തി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വെറുതെ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിരുന്ന് നമ്മളിങ്ങനെ അയ്യോ അവർക്കൊക്കെ കിട്ടി അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് വേണ്ടി വേറെ ആരും ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഒന്നും നിങ്ങളുടെ ചാനലിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. കൃത്യമായിട്ട് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും കേട്ടോ, ഷോർട്സിലായാലും ലോങ് വീഡിയോയിലായാലും ചെയ്യേണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഇടുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം അത് കീപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക്